നമസ്കാരം. വീടിനോട് ചേർന്ന് മീൻകുളം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ കൂടി വേണം എന്ന് പറഞ്ഞ് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അത് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ ഞങ്ങളത് ചെയ്ത് പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞങ്ങൾ പോണ്ടിച്ചേരിയിലെ അരവിന്ദാശ്രമത്തിന് അടുത്ത് പിച്ചാണ്ടിക്കുളം എന്നൊരു കാടുണ്ട്. പിച്ചാണ്ടിക്കുളം ഒരു വെച്ച് പിടിപ്പിച്ച ഒരു കാടാണ്. ഒരു ബ്രിട്ടീഷുകാരനായ സായിപ്പ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹമാണ് അവിടെ എത്ര ഏക്കറാണെന്ന് ഞാൻ മറന്നുപോയി, 47 വർഷമായി എന്ന് അവിടെ ചെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്. 2 കൊല്ലം മുമ്പ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് കഴിഞ്ഞ 47 വർഷമായിട്ട് ഞാനിത് വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അത് വളരെ ഒരു തരിശായ ഒരു ഭൂമിയായിരുന്നു. അവിടെ ഒരു മരവും ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ മുഴുവൻ കാടായിട്ട് മാറി. അത് മിയാവാക്കി മാതൃകയൊന്നുമല്ല, വളരെ സാധാരണമായ വനവൽക്കരണ മാതൃകയാണ്. അതുകൊണ്ട് വളരെ വർഷങ്ങളെടുത്താണത്, ഈ 50 വർഷം കൊണ്ടാണ് ഒരു വനം എന്ന് തോന്നിക്കുന്ന വനത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വളർന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം അവിടെ ഇവിടെയായിട്ട് വീടുകൾ വെച്ചിട്ടുണ്ട്. ആ വീടുകൾക്ക് ചുറ്റും ചെറിയ ഒരടി പൊക്കം ഒരടി വീതിയിൽ ചെറിയ വെള്ളക്കെട്ടുകളുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ഫ്രണ്ട്ലി സ്നേക്സ്, നമ്മളോട് സൗഹൃദപരമായിട്ട് നീങ്ങുന്ന പാമ്പുകളൊന്നും അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് അങ്ങ് പൊക്കോളും, അതിപ്പോഴോട്ട് ക്രോസ് ചെയ്യില്ല. അതുപോലെ ഈ അട്ട പോലെയുള്ള ജീവികൾ, അട്ട, ഉറുമ്പ്, ഇതൊന്നും ഇങ്ങോട്ട് കിടക്കില്ല എന്നാണ്. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ കിടക്കുമെന്ന് ചോദിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ നടകളെ ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ക്ലോസപ്പ് ഇപ്പോൾ കാണാം. ആ നടകൾ ശരിക്കും നമ്മുടെ വീടുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല. ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ക്രോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പ്രാണികളും മറ്റും അവിടെ ഇഴഞ്ഞു വരുന്ന ജീവികൾ, അതായത് ഈ അട്ട പോലെയുള്ള സാധനങ്ങൾ അവിടെ വന്നിട്ടങ്ങ് തിരിച്ചു പോകും. ഉറുമ്പുകൾ പക്ഷേ കയറുന്നുണ്ട്. അത് ഈ നമ്മുടെ പുറകിൽ സോളാർ വെച്ചതിൻ്റെ തൂണിലൂടെയും അതുപോലെ തന്നെ ഈ വെള്ളം ഒഴുകി പോകാനുള്ള പൈപ്പിലൂടെയൊക്കെ ചെടിയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അതുകൂടെ കംപ്ലീറ്റ് ആയിട്ട് അടച്ചാൽ ഉറുമ്പിനും കയറാൻ പറ്റില്ല. മരേലി മുകളിൽ കൂടെ വരുന്നുണ്ട്. അവൻ ഈ വയറിൽ കൂടെ കയറി വരുന്നുണ്ട്. ഈ കേബിളിലൂടെയൊക്കെ, ഇലക്ട്രിക് വയറിലൂടെയൊക്കെ കയറി തട്ടുംപുറത്ത് എത്തുന്നുണ്ട്. എങ്കിലും ഈ ചെറിയ പ്രാണികളെ ഒന്ന് അകത്തി നിർത്തുകയാണ്. അതിലും പ്രധാനം, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ആവശ്യമുള്ള മീനിനെ ഇതിൽ വളർത്താം. രണ്ടാമത്തെ കാര്യം, കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഈ ജലജീവികളുടെ ജീവിതത്തെക്കുറിച്ച് അത്യാവശ്യം പഠിക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ്. ഇവിടെ ഞങ്ങൾ വരുത്തിയ ഒരു വ്യത്യാസം, അദ്ദേഹം 1 അടിയാണ് അവിടെ കൊടുത്ത വീതി, ഞങ്ങളിവിടെ അത് 2.5 അടിയാക്കി. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ, ഇതേക്കുറിച്ച് അറിയാവുന്ന ഒരാൾ പറയുന്നത്, ഈ 2.5 അടി എന്നുള്ളത് ആക്ച്വലി ഒരു 1/2 അടി, ഒരു 3/4 അടി കൂടെ കൊടുത്ത് 1 മീറ്റർ വീതി ഇതിന് കൊടുക്കണമെന്നായിരുന്നു. 1 മീറ്റർ വീതി കൊടുക്കുകയാണെങ്കിലുള്ള ഗുണം, ഈ മീനുകൾക്ക് വട്ടത്തിൽ കറങ്ങാൻ പറ്റും. ഇപ്പോൾ മീനുകൾ നീളത്തിൽ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് വട്ടത്തിൽ കറങ്ങുകയാണെങ്കിൽ മീനിൻ്റെ വളർച്ച കുറച്ചുകൂടെ വേഗത്തിലാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ലോജിക്ക് എനിക്കറിയില്ല. എന്തായാലും മീൻ വളർത്തുന്നവർ അതിനെങ്ങനെ മീൻ വട്ടം കറങ്ങാനുള്ള സൗകര്യമുള്ള കുളങ്ങളാണ് ഇപ്പോഴും നോക്കുന്നത്. എനിക്ക് ഈ മീൻ വളർത്തലിൽ നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പോൾ ഈ ഒരടി കൂട്ടാൽ തന്നെ ഇത് ഏകദേശം 350 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരടിയും കൂടെ കൂട്ടുന്നത് ഇതൊരു 400-450 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റ് സ്ഥലം ഏകദേശം ഈ കുളത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ആഴമാണ്. ഈ ഒരടിയിൽ കൂടുതൽ ആഴം കൂട്ടിയാൽ കൂടുതൽ മീനുകൾ വളർത്താം. പക്ഷേ ഒരടിയിൽ കൂടുതൽ ആഴം കൂട്ടിയാൽ നമ്മുടെ വീടിനടുത്തുള്ള ഇതാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചു കുട്ടി വരികയോ അല്ലെങ്കിൽ ആരുടെങ്കിലും അതിഥികളുടെ കുട്ടിയോ വീട്ടിലെ കുട്ടിയോ ഒക്കെ ഇതിൽ വീണ് കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള ഒരു അപകട സാധ്യത നമ്മൾ കാണണം. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ പലതരം ചെടികൾ വെച്ചിട്ടുണ്ട്. ആ ചെടികളിൽ ഇതിപ്പോൾ താമരയാണൊന്ന്. ഈ താമര ഒരു ചട്ടിക്കകത്ത് വളർത്തിയിട്ട് ഇതിൽ കൊണ്ട് താത്തു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ചട്ടിയിൽ വെള്ളമുണ്ട്. അത് ആക്ച്വലി ഒരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ചത് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബക്കറ്റിൽ നിന്ന് ചെറിയ ചട്ടിയിലേക്ക് മാറ്റി എന്നിട്ട് അതിലൊരു വലിയ കല്ലെടുത്ത് വെച്ചത് പൊങ്ങി പോരായിരിക്കാനായിട്ട് വെള്ളത്തിൽ താത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തണ്ട് മേലോട്ട് വരും, പൂവുണ്ടാവും. വെയിൽ വേണ്ടതുകൊണ്ട് അതിനെ ആ സൈഡിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ ഇല പുറത്തേക്ക് നിൽക്കും. അപ്പോൾ അതിനാവശ്യമുള്ള വെയിൽ അതിന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കണ്ടൽ ചെടികൾ, ഈ കണ്ടൽ ചെടികൾ പൊതുവെ ഉപ്പുവെള്ളത്തിലാണ് വളരുന്നത്. അപ്പോൾ ആറ്റ് തീരത്ത് വളരുന്ന കണ്ടലുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തായ ചെറിയാൻ മാത്യു ഒന്നുണ്ട് കണ്ടൽ തൈകൾ അദ്ദേഹത്തിന് ഏതോ ശാസ്ത്രജ്ഞന്മാർ കൊടുത്തതാണ്. ഇത് ശുദ്ധജലത്തിന് അടുത്തും വളർന്നേക്കാമെന്ന് പറഞ്ഞ് തന്നു. ഞാനിവിടെ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയുള്ളൂ. അതിൽ പുതിയ ഇലയൊക്കെ വരുന്നുണ്ട്. അത് ഉണങ്ങിപ്പോകുന്നില്ല, വെള്ളത്തിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ മറ്റേ ചെടിയോളം വളർച്ച ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ആറ്റുതീരത്ത് വളരുമ്പോൾ, അല്ല അത് ഉപ്പുവെള്ളത്തിൽ വളരുമ്പോൾ ഉണ്ടാകുന്ന വളർച്ച അതിന് കിട്ടിയില്ല എന്ന് വരാം. ഈ കണ്ടലുകളുടെ ഒരു പ്രത്യേകത, കേരള തീരം മുഴുവൻ ഒരു കാലത്ത് കണ്ടലായിരുന്നാണ് പറയുന്നത്. അതിലെ ഇലയിൽ പ്രോട്ടീൻ്റെ അംശം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കണ്ടലിൻ്റെ ഇല തിന്നാണ് കേരളത്തിൽ മീനുകൾ, ഈ വെമ്പനാട്ട് കായലിലൊക്കെ മീൻ വളരെ സമൃദ്ധമായിരുന്നു. അവിടെ മുഴുവൻ ഈ തീരപ്രദേശം മുഴുവൻ കണ്ടലുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല മീനുകളുടെയും ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഈ കണ്ടലിൻ്റെ വേരുകൾക്കിടയിലുമൊക്കെയാണ്. കഴുനായ എന്നൊരു ജീവി, നീർനായ ഈ കണ്ടൽക്കാടുകളിൽ താമസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നീർനായെക്കുറിച്ച് പറഞ്ഞാൽ, നീർനായ ഈ മീനുകളെ പിടിച്ച് തിന്നുമെന്ന് പറഞ്ഞ് എവിടെയോ നീർനായെ കൊന്നൊടുക്കി. അപ്പോൾ നീർനായെ കൊന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി മീനിൻ്റെ അളവ് കുറഞ്ഞു. കാരണം ഈ അസുഖം പിടിച്ച് നിൽക്കുന്ന മീനുകളെ മാത്രമേ നീർനായ്ക്ക് പിടിക്കാനൊക്കെ ഉള്ളൂ. അപ്പം സത്യത്തിൽ അവൻ ഈ രോഗം സ്പ്രെഡ് ചെയ്യാതെ, വ്യാപിക്കാതെ സഹായിക്കുന്ന ഒരു ജീവിയാണ്. അവനെ നമ്മൾ മീനിനെ തിന്നുന്നവൻ എന്ന് പറഞ്ഞ് കൊലപ്പെടുത്തിയാൽ മീനുകൾക്ക് അസുഖം ബാധിക്കുക, ആ തരത്തിൽ മീനുകൾ ഇല്ലാതാകുകയായിരിക്കും ഫലം. അപ്പോൾ അങ്ങനെ കണ്ടലിൻ്റേതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. നിർഭാഗ്യവശാൽ കേരള തീരത്തെ കണ്ടലുകൾ മുഴുവൻ നമ്മൾ
തുടച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നോ വടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. അത് തിരിച്ചു വെച്ച് പിടിപ്പിച്ചാൽ ഒരു പക്ഷേ ഈ കടലാക്രമണം ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എനിവേ നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ലാത്തതുകൊണ്ട് ഇതിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഇങ്ങനെ വളർത്തുമ്പോൾ ഇതിനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങളൊന്നും മീനിൻ്റെ തീറ്റയാണ്. എന്ത് മീനിനെ ഇതിലിടാം എന്നുള്ളതാണ്. ഞാനിപ്പോൾ വലിയ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്, ഇത് വളരുമോ എന്നറിയാനായിട്ട്. കുഴപ്പമൊന്നുമില്ല. രോഹു, അതുപോലെ തിലോപ്പിയ, പിന്നെ കുറേ അധികം കാർപ്പുണ്ടായിരുന്നു, കളറുള്ള മീനുകളുണ്ടായിരുന്നു. അവന്മാരെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇപ്പം നമ്മുടെ കുറേ നാടൻ മീനുകളെ ഇട്ടു. ഈ നാടൻ മീനുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾ ഓർത്തത് ഈ മറ്റു മീനുകളുടെ ആക്രമണത്തിൽ നിന്നാണ്. പക്ഷേ വളരെ യാദൃശ്ചികമായിട്ടാണ് കണ്ടുപിടിച്ചത്. ഇതിനകത്തൊരു ഞണ്ടുണ്ടായിരുന്നു. ഈ ഞണ്ട് ഇവിടുന്നോ ആരോ കൊണ്ട് ഇട്ടതോ വന്നതാണ്, ഞാൻ കൊണ്ട് ഇട്ടതല്ല. ആ ഞണ്ട് ഈ മീനുകളെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ മീനിനെ പിടിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല, കാണില്ലായിരുന്നു. അവൻ ഈ ഇലകൾക്കിടയിലൊക്കെ പതുങ്ങിയിരുന്നാണ്, ഈ ചെടികൾക്കിടയിൽ ചൂട്ടിയിരുന്നാണ് ഈ മീനിനെ പിടിക്കുന്നത്. അപ്പോൾ ഒരു വലിയ കളറുള്ളൊരു മീനിനെ പിടിച്ചപ്പോഴാണ് ഇവനെ ഞണ്ടാണ് പിടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞണ്ടിനെ എടുത്ത് കളഞ്ഞു. അതിനുശേഷം ഈ നാടൻ മീനുകളെ, നമ്മുടെ ഈ ആറ്റിൽ കാണുന്ന പള്ളത്തി, ചില്ലാൻ പോലുള്ള മീനുകളെ കൊണ്ട് പിന്നെ ഇട്ടില്ല. ആദ്യം ഇട്ടതിനൊക്കെയാണ് ഇവൻ ശരിയാക്കിയത്. ഇപ്പോൾ ഇനി അടുത്ത റൗണ്ട് അതിനെ വീണ്ടും കൊണ്ട് ഇട്ട് നോക്കണം. പിന്നെ ഉള്ളത് ഈ ഇതിൽ വെച്ച് ചെടികളാണ്. ഇപ്പോൾ ഇത് വാട്ടർ ബാമ്പു എന്ന് പറയുന്ന ചെടിയാണ്. അപ്പോൾ അത് വെള്ളത്തിലിങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ്. അതുപോലെ ഈ കുളവാഴ, നമ്മുടെ ഈ ആലപ്പുഴ സൈഡിലൊക്കെ ആറ്റിൽ ഇഷ്ടംപോലെ കുളവാഴയുണ്ട്, നീലപ്പൂ ഉണ്ടാകുന്ന ഒരു സാധനം. അത് നേരത്തെ നീലോൽപ്പലം എന്ന് പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ അതല്ല എന്ന് ഒരു ബോട്ടണിസ്റ്റ് സ്നേഹിതൻ ഈയിടെ പറഞ്ഞു. ഇത് കുളവാഴ തന്നെയാണ്. കുളവാഴ ഇത് ആ ഒരു കുമളയുണ്ട്, നീലപ്പൂ ഉണ്ടാകും. നീലപ്പൂ ഉണ്ടാകുന്ന സമയത്ത് വളരെ രസമാണ്. കായലിൻ്റെയൊക്കെ ഉപരിതലത്തിൽ മൊത്തം ഇത് പൂത്തു നിൽക്കുന്ന കാഴ്ച എനിക്ക് കാണാറുണ്ട്. അപ്പോൾ അതിനെ കുറേ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അസോള, ഇത് നമ്മൾ 2-3 ട്രേ ഉണ്ടാക്കിയിരിക്കണം. ഈ ട്രേ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ട്രേ ആണ്. ഇത് വളരെ ലളിതമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമ്മളൊരു പൈപ്പ് ചതുരത്തിൽ, ദീർഘചതുരാകൃതിയിൽ 4 PVC പൈപ്പുകൾ ജോയിൻ ചെയ്ത ശേഷം അതിലൊരു നെറ്റ് കെട്ടിയിട്ട് അതിൽ നമ്മൾ ഈ അസോള ഇട്ട് കഴിഞ്ഞാൽ അസോള അതിൽ കിടന്ന് വളർന്നോളും. അസോള വളർന്നു കഴിയുമ്പോൾ, അസോള ഒരു പായലാണ്, അതിനകത്ത് പ്രോട്ടീൻ്റെ അംശം വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ മീൻ, അതുപോലെ തന്നെ കോഴി, താറാവ്, പശു ഇതിനൊക്കെ തീറ്റയായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളൊരു ചെറിയ കുളത്തിൽ ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് അത് നിറയും. വാരി എടുത്തു കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് വീണ്ടും അത് നിറയും. അത് വളരെ പെട്ടെന്ന് പെരുകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനെ നമ്മളെടുത്ത് ഈ മീൻ കുളത്തിൽ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മീനിന് ഭക്ഷണമായി. അപ്പോൾ ഇവിടെ ഈ ട്രേയിൽ ഇതിടുമ്പോൾ മീനത് തിന്നാനൊക്കെയില്ല, പക്ഷേ മീൻ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകാൻ പറ്റും. നമുക്ക് വേണ്ടപ്പോൾ കുറച്ച് വാരിയെടുത്ത് മീനിന് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് വളരുന്നതനുസരിച്ച് നമുക്ക് വാരി ഇതിൽ നിന്നെടുത്ത് മീനിന് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ വെള്ളത്തിൽ വളരുന്ന 1-2 ചെടികൾ കൂടെ ഉണ്ട്. ഒന്ന് കൊടങ്ങലാണ്. കൊടങ്ങൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ പാടത്തൊക്കെ സാധാരണ കാണാറുണ്ട്. കൊടങ്ങൽ 2 തരത്തിലുള്ള കൊടങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് കുറച്ച് വലിയ ഇലയുള്ളൊരു കുടങ്ങലാണ്. അതല്ല, ചെറിയ ഇലയുള്ളൊരു കുടങ്ങൽ നമ്മുടെ ഈ മണ്ണിലൊക്കെ കാണാറുണ്ട്. ഇത് പാടത്തെ കുടങ്ങലായതുകൊണ്ടായിരിക്കും ഇതിന് വലിയ ഇലയും ഇതിൻ്റെ മിനുപ്പൊക്കെ ഉണ്ട് ഇലയ്ക്ക്. കുടങ്ങൽ ഒരു വലിയൊരു മരുന്നൂടാണ്. ഈ കുടൽ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കുടങ്ങൽ പലരും കഴിക്കാറുണ്ട്. അത് ചമ്മന്തി അരച്ചുമൊക്കെ അത് കഴിക്കാറുണ്ട്. ചില മരുന്നുകളിൽ അത് ചേർക്കാറുണ്ട്. അപ്പോൾ ആ കുടങ്ങലിനെ ഇതുപോലെ വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. അവനെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ട്രേ ഉണ്ടാക്കി അതിലിട്ട് കഴിഞ്ഞാൽ അതിൽ വളർന്നോളും. അതും ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ബ്രഹ്മിയാണ്. നമ്മുടെ ഈ ഓർമ്മശക്തിക്ക് നല്ലതെന്ന് പറയുന്നത് ബ്രഹ്മി വയലിലൊക്കെ വെള്ളമുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ചെടിയാണ്. അതിനെ നമ്മൾ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ധാരാളമായിട്ട് വളർന്നോളും. പിന്നെ ഇടയ്ക്ക് മറ്റ് ജീവികൾ, ഇപ്പോൾ തവള ഒന്ന് മുട്ടയിട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഈ മീനിൻ്റെയൊക്കെ ഒരു ജീവിതചക്രം നമുക്ക് കാണാൻ പറ്റും. ചില സമയത്ത് മീൻ കുഞ്ഞുങ്ങൾ, മീൻ മുട്ടയിട്ട ശേഷം അത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഈ തള്ള ആ കുഞ്ഞുങ്ങളെ അടിയിൽ, വെള്ളത്തിനടിയിൽ നിർത്തിയിട്ട് തള്ള അതിൻ്റെ മുകളിൽ നിൽക്കും. ആ സമയത്ത് വേറെ ഒരു മീൻ കയറി പോകാൻ അവൻ സമ്മതിക്കില്ല. ഏത് മീൻ പോയാലും അതിങ്ങനെ ഹെലികോപ്റ്റർ പോലെ ആ സൈഡിലേക്ക് തിരിയും. അപ്പോൾ മറ്റേ മീൻ ഓടിപ്പോവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ മീനുകൾ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുകയും തള്ള ചോട്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരിത് കാണാം. അങ്ങനെ ഇതിനെ കൊണ്ടുനടക്കാറുണ്ട് പറ്റപ്പോലെ. എല്ലാ മീനുകളല്ല, ചില പ്രത്യേക ഇനം മീനുകൾ. അപ്പോൾ ഇത് ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഇതിനകത്തെ പ്രധാന പ്രശ്നം, ഇവിടെയുള്ള പ്രശ്നം ഇല വീഴുന്നു എന്നുള്ളതാണ്. അടുത്തുള്ള മരത്തിൽ നിന്നുള്ള ഇലയൊക്കെ ഇതിലോട്ട് വീഴും. അപ്പോൾ അതിന് നമ്മൾ ഒരു നെറ്റ് വാങ്ങിച്ചു വെക്കുക. ഈ നെറ്റ് വാങ്ങിക്കുന്നതിന് ഇത്തിരി വില കൂടുതലാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു കമ്പി വളച്ചിട്ട് ഒരു കട്ടി കുറഞ്ഞ ഏതെങ്കിലും ഒരു കമ്പിൽ വല്ലതും പിടിപ്പിച്ചിട്ട് അതിലൊരു നെറ്റ് കിട്ടിയാലും ഇതുപോലെ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റെഡിമെയ്ഡ് ആകുമ്പോൾ പണി എളുപ്പമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇതേപോലെ തന്നെ സാധനം ഉണ്ടാക്കിയെടുക്കുക. ഇതെന്നല്ല, വലിയ ചിലവൊന്നുമില്ല, ചിലവേ ഇല്ലാതെ തന്നെ ഒരു സാധനം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അത് വെച്ച് നമ്മൾ ഈ ഇല മുഴുവൻ കൊരി കളയാവുന്നതാണ്. വേറൊരു വിഷയം നമ്മുടെ ഈ മീനിൻ്റെ ഭക്ഷണം എന്തെന്നുള്ളതാണ്. ഭക്ഷണം നമ്മൾ സാധാരണ ഇതിൽ മീൻ തീറ്റ വാങ്ങിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ വളരെ നിസ്സാരമായിട്ട് ഈ അസോള പോലെയുള്ള സാധനങ്ങൾ കൂടാതെ കൊടുക്കാവുന്ന ഒരു സാധനം ഈ ചേമ്പിലയാണ്. ഈ ചേമ്പിൻ്റെ ഇല മീൻ കണ്ടമാനം തിന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ചേമ്പില അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ നാര് മാത്രമേ ബാക്കി കാണുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞാൽ ഈ മീനുകൾ അത് തിന്നു തീർക്കും. അപ്പോൾ അതുകൊണ്ട് ചേമ്പല, കാരണം നമുക്കിവിടെ സമൃദ്ധമായിട്ട് കേരളത്തിൽ വളരുന്ന ഒരു സാധനമാണ്. ചട്ടിക്കകത്ത് വളർത്തിയാൽ പോലും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇല വെട്ടിയെടുത്ത് തൊഴുത് കഴിഞ്ഞാൽ മീൻ അത് കഴിച്ചുകൊള്ളും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ചിലവ് കുറയ്ക്കാനായിട്ട് അത് സാധിക്കും. ഇനി ഇതിൻ്റെ മെയിൻ്റനൻസ് കൂടെ പറയാം. അല്ലെങ്കിൽ ആളുകൾക്ക് പ്രധാന സംശയം ഇതിൻ്റെ മെയിൻ്റനൻസ് എത്ര ഫ്രീക്വൻ്റായിട്ട് വേണമെന്നുള്ളതാണ്. ഈ മീനുകളുടെ വിസർജ്യം വലിയൊരു പ്രശ്നമാണ്. വളരെ വൻതോതിലാണ് ഇതിൻ്റെ വിസർജ്യത്തിൻ്റെ അളവ് വളരെ കൂടുതൽ. ഏതാണ്ട് പശു പോലെ തന്നെയാണ്
മീനുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം വിസർജ്യം ഇതിൽ വരുന്നുണ്ട്. ഈ സാധനം ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്തൊരു ഫിൽറ്റർ വെക്കണം. ഫിൽറ്റർ വെക്കുക ഇതിൽ വെച്ചിട്ടില്ല, ഫിൽറ്റർ ഉടനെ വെക്കുന്നുണ്ട്. ഫിൽറ്റർ വെച്ചാൽ ഈ വെള്ളം കുറച്ചുകൂടെ ശുദ്ധിയാക്കുകയും കുറേ കൂടെ മീനുകളെ ഇടാനും പറ്റും. അതുകൂടാതെ ഇതിന് 2 ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതിനെ 3 സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ആദ്യം അങ്ങനെ തിരിച്ചിരുന്നില്ല, ഇപ്പോഴാണ് 3ആയിട്ട് തിരിച്ചത്. അപ്പോൾ ഈ വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ ഇത് 3 ഇടത്തായിട്ട് ഈ വെള്ളം കിടക്കും. എന്ന് വെച്ചാൽ ഒരു അറയിൽ കിടക്കുന്ന വെള്ളം അടുത്ത അറയുമായിലേക്ക് കടക്കാനൊക്കില്ല മീനിന്. മീൻ അങ്ങനെ 3 സ്ഥലത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവനെ തള്ളി 2 ഇടത്താക്കിയിട്ട് ഒരെണ്ണം കാലിയാക്കിയിട്ട് അത് നമുക്ക് തുറന്നു വിടാൻ പറ്റും. ഈ തുറന്നു വിടാനായിട്ട് ഇത് മഴ പെയ്തത് നിറയുകയാണെങ്കിൽ ഓവർഫ്ലോ ചെയ്യാനായിട്ട് വല കെട്ടിയ ഒരു ടാപ്പുണ്ട്, ഒരു കുഴലുണ്ട്. ആ കുഴലിൻ്റെ അറ്റത്ത് വല കെട്ടിയിരിക്കുകയാണ്. ആ കുഴൽ ചരിച്ച് ആ കുഴലിൽ നിന്ന് വെള്ളം കൂടുതലുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പറമ്പിലേക്ക് അങ്ങ് പൊക്കോളും. അതല്ലാതെ ഇതിൻ്റെ താഴെ കിടക്കുന്ന വെള്ളം പോകണമെങ്കിൽ നമ്മൾ ആ ടാപ്പ് തുറക്കണം. അങ്ങനെ തുറക്കുകയാണെങ്കിൽ ഈ അടിയിലെ വെള്ളം മുഴുവൻ പറമ്പിലേക്ക് ഒഴുകിപ്പോകും. ആ കൂട്ടത്തിൽ ഈ വിസർജ്യ വസ്തുക്കളും എല്ലാം പോകും. അങ്ങനെ ഓരോ അറയായിട്ട് ഇതിനെ ശുദ്ധീകരിച്ച ശേഷം അത് 3 അറയ്ക്കും പ്രത്യേകമായിട്ട് പറമ്പിലേക്ക് പോകാൻ അങ്ങനെ ഒരു കുഴൽ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഒരു സൗകര്യം ഇത് പൊക്കത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം താഴോട്ട് ഒഴുക്കി വിടാൻ എളുപ്പമാണ്. താഴോട്ട് ഒഴുക്കി വിട്ടാൽ താഴെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് ആ വെള്ളം പൊക്കോളും. അത് കഴിഞ്ഞിട്ട് പുതിയ വെള്ളം നമുക്ക് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ മീനിനെ ഒരറയിൽ ഇങ്ങനെ വൃത്തിയാക്കിയ ശേഷം അടുത്ത അറയിൽ വെള്ളം നിർത്തി അതിലേക്ക് മാറ്റാൻ പറ്റും. ആ അറകൾ കാണാം. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം തിരിച്ച് ശുദ്ധിയാക്കി കഴിഞ്ഞ് മീനുകളെ മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ അറ തിരിച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ ഒരു 3 ഇഞ്ച് വെള്ളം കൂടെ വന്നു കഴിഞ്ഞാൽ മീനുകൾക്ക് നിർബാധം ചുറ്റോട് ചുറ്റും സഞ്ചരിക്കാൻ പറ്റും. ശുദ്ധീകരണം എനിക്ക് തോന്നുന്നു 2 മാസത്തിലൊരിക്കലൊക്കെ മതിയാവും. അതിൽ കൂടുതൽ ഇവിടെ നമ്മൾ ചെയ്യുന്നില്ല, അത്ര വലിയൊരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഇത്രയധികം ചെടികൾ നമ്മളിതിൽ വെക്കുമ്പോൾ ആ ചെടികൾ സ്വാഭാവികമായിട്ട് ഇതിലെ ഈ വളത്തിൻ്റെ അംശം വലിച്ചെടുക്കുന്നുണ്ടായിരിക്കണം. അതേക്കുറിച്ച് എനിക്ക് അറിയില്ല. അതാരെങ്കിലും സസ്യശാസ്ത്രജ്ഞന്മാർ പറയേണ്ട കാര്യമാണ്. ഇതൊന്നും ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഇതൊരു വലിയ കടലാണെന്നും ഈ മീനുകളൊക്കെ വലിയ തിമിംഗലങ്ങളാണെന്നും ഒക്കെ ഭാവനയിൽ കണ്ടുകൊണ്ട് ഇതൊക്കെ നോക്കിയിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ വീടിനടുത്ത് ഇങ്ങനെ ഒരു വിനോദോപാധി എന്ന നോക്കി ഒരു കുട്ടികൾക്കൊക്കെയാണെങ്കിൽ ഒരു ഈ ജലസസ്യങ്ങളെക്കുറിച്ചും ജലജീവികളെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിലും ഈ സ്കൂളുകളിലൊക്കെ സത്യത്തിൽ ഇത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ആഴം കുറവായതുകൊണ്ട് ഈ മീനുകളും അതിൻ്റെ ജീവിതചക്രമൊക്കെ നമുക്ക് ശരിക്ക് നിരീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മുടെ ഈ സ്കൂളുകളിലൊക്കെ തുടങ്ങുന്ന ഒരു കാര്യം ആലോചിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്.